കോൺവെർസേഷൻ. നോക്കിയേ, കോൺവെർസേഷൻ അഥവാ ഡയലോഗ്. കോൺവെർസേഷൻ രണ്ട് രീതിയിൽ ചോദിക്കാം. എന്താണ് കോൺവെർസേഷൻ? രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഫുൾ കോൺവെർസേഷൻ എഴുതാൻ പറയും. ഓക്കെ, ഫുൾ കോൺവെർസേഷൻ നിങ്ങളോട് എഴുതാൻ പറയും. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഒരു പേര് പറഞ്ഞേ, മിസ്റ്റർ ഒരു പേര് പറഞ്ഞേ. മിസ്റ്റർ ജെറാർഡും മിസ് എന്തിൻ്റെ പേര് പറഞ്ഞേ, മിസ് കൃഷ്ണയും തമ്മിലുള്ള കോൺവെർസേഷൻ പറയും. ഞാൻ നിങ്ങളോട് ശരിക്കും ചോദിക്കുകയാണ്. ഞാൻ പറയാണ് മിസ്റ്റർ ജെറാർഡ്, ഓക്കെ, മിസ്റ്റർ ജെറാർഡും ഓക്കെ മിസ്സസ് കൃഷ്ണയും, ഓക്കെ, മിസ്സസ് കൃഷ്ണയും തമ്മിലുള്ള കോൺവെർസേഷൻ തരാൻ പറയും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾക്ക് ആരാ മിസ്റ്റർ ജെറാർഡും മിസ്സസ് കൃഷ്ണ ആരാന്ന് അറിയോ? നിങ്ങൾ പറഞ്ഞേ. അമ്മക്കുട്ടി അല്ല, സിമ്പിൾ അല്ലേ, എക്സാമിന് വരുന്ന ചോദ്യം വിചാരിച്ചോ. മിസ്റ്റർ ജെറാർഡും മിസ്സസ് കൃഷ്ണയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയോ ആരാണ് ഈ ജെറാർഡ്, അല്ലെങ്കിൽ ആരാണ് ഈ മിസ്സസ് കൃഷ്ണ എന്ന് പറയുന്ന ആരെങ്കിലും അറിയോ? നിങ്ങൾ ചോദിക്കുക, സാർ ഇത് ഏതാ സാർ, ഏത് ചാപ്റ്ററാണ് അല്ലേ, ഏത് ചാപ്റ്ററാണ്? അതാണ് പറയുന്നത്, ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ബിജു ആയിക്കോട്ടെ, സുനിൽ ആയിക്കോട്ടെ, ശശി ആയിക്കോട്ടെ, ഇവരെന്താണ് നമ്മളുടെ കോൺവെർസേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ഇവരുടെ കഥ അറിയണം. ഓക്കെ, ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവരുടെ കഥ അറിയണം. എന്താണ്? സ്റ്റോറി അറിയണം. ഓക്കെ, ആൻഡ് ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിയണം അല്ലേ, ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിയണം. അതറിയാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഉറപ്പായല്ലോ. സ്റ്റോറിയും ക്യാരക്ടേഴ്സും അറിയാതെ ചെയ്യാൻ പറ്റുമോ? ഇതുകൊണ്ടാണ് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, കഥ അറിയണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എക്സാമിന് ഇങ്ങനെ ചോദ്യം വരും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ സമ്മറി ഒന്നും പഠിക്കാതെ പോകുന്ന ആളാണെങ്കിൽ ഇങ്ങനെ നിങ്ങളെ സ്റ്റണ്ട് അടിച്ചടിക്കും. അതേപോലെ തന്നെ ഇനി ഞാൻ നിങ്ങളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പോൾ സ്റ്റോറിയും ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ്. നിങ്ങളോട് ഫുൾ കോൺവെർസേഷൻ ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോറിയും ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാണ്ട് പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്? ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഓക്കെ, കുറച്ച് അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താ ക്വസ്റ്റ്യൻ ടാഗൊക്കെ ആയിട്ടാണ് മെയിൻലി വരിക, ക്വസ്റ്റ്യൻ ടാഗൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. ഈ പ്രാവശ്യത്തെ എക്സാമിന് ഒന്നൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ തുടങ്ങാം. ഓക്കെ, ഈ പ്രാവശ്യത്തെ എക്സാമിന് ഒന്ന് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരിക്കലും ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും കേട്ടോ. റൈറ്റ് 6 മാർക്കിന് വന്ന ഈ പ്രാവശ്യത്തെ എക്സാം. ഓക്കെ, റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു. മക്കളെ, നിങ്ങളും ഒരു ട്രാവൽ ഏജൻറ്റും സീക്കിംഗ് ഇൻഫർമേഷൻ. മക്കളെ, സീക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. ഇൻഫർമേഷൻ അബൌട്ട് എ പ്ലേസ് ഓഫ് ഇൻട്രസ്റ്റ് യു വിഷസ് ടു വിസിറ്റ്. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജോലിയൊക്കെ എടുത്ത് നിങ്ങളുടെ ഡ്രീം വെക്കേഷൻ സ്പോട്ട് ഏതാണ്? നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള സ്ഥലം ഏതാണ്? എവിടെയാണ്? പാരീസ് ആണോ, അല്ലെങ്കിൽ ഹിമാലയ ആണോ, അല്ലെങ്കിൽ താജ്മഹലാണോ, അല്ലെങ്കിൽ മസനഗുഡി വഴി ഊട്ടിയാണോ? എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു ട്രാവൽ ഏജൻറ്റിനോട് ചോദിക്കുകയാണ് എന്താണ്, എങ്ങനെയാണ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, ബാങ്കോക്ക്, ഗോതം സിറ്റി ഫിക്ഷണൽ ആണെന്ന് അറിയില്ല, പാരീസ്, കാനഡ, കശ്മീർ. ഓക്കെ, കുറേ അടിപൊളി ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഒരു സ്റ്റക്ക് ആവുന്നുണ്ട്. മസനഗുഡി ഇല്ലാത്തതുണ്ട്. ജപ്പാൻ, തായ്ലൻഡ്, ഗുണ കേവ്സ്. സിനിമ കണ്ടിട്ട് മതിയായില്ല അല്ലേ? കൊറിയ, ഗോവ, ടോക്കിയോ, മാൽദീവ്സ്. ഓക്കെ, കൊള്ളാം. എനിവേസ്, നമുക്കൊരു സ്ഥലം നമുക്ക് ഇവിടുന്ന് തൽക്കാലം എടുക്കാം. നമുക്ക് ഗുണ കേവ്സ് എടുക്കാം, മഞ്ഞുമൽ ബോയ്സ് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ മക്കളെ, 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഞാനിപ്പം 6 ഡയലോഗ് ഞാനും 6 ഡയലോഗും നമ്മുടെ മറ്റേ ആളും, അങ്ങനെയാണോ? 6 ഈച്ച് ആണോ 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 3 ആണോ? ഓക്കെ, ടോട്ടൽ 6 മതി എന്നാണ്. ഞാൻ 3 അയാൾ 3 പറഞ്ഞാൽ മതി എന്നാണ്. എന്താണ് മക്കൾ ആൻസർ വരിക? 6 അറ്റ്ലീസ്റ്റ് 6 എക്സ്ചേഞ്ച്, മിനിമം 6 എക്സ്ചേഞ്ച് വേണം എന്ന് പറയുന്നത്. അപ്പം 6 ഞാനും അയാൾ 6, ഞാൻ ഒരെണ്ണം അയാൾ ഒരെണ്ണം ഞാൻ ഒരെണ്ണം അയാൾ ഒരെണ്ണം, അങ്ങനെ 6 വേണം. അല്ലെങ്കിൽ ഞാൻ 3 അയാൾ 3 മതി എന്നാണോ? എന്താണ്? ആഗ്ര, ജപ്പാൻ, ലണ്ടൻ, കൊറിയ, നെതർലൻഡ്സ്. അടിപൊളി. എനിക്ക് വായിക്കാൻ പറ്റാത്ത സ്ഥലം കൂടി ഉണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ ആൻസർ? സ്ഥലം വീട് ഇത് പറയാ മക്കളെ. 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ 3 ഡയലോഗ്സ് ഈച്ച്. ഓക്കെ, അപ്പം ഞാൻ 3 എണ്ണം അയാൾ 3 എണ്ണം അങ്ങനെ തരണം. ഓക്കെ, ഞാൻ 3 എണ്ണം അയാൾ 3 എണ്ണം ഇങ്ങനെ തരണം. അങ്ങനെ തരണം മിനിമം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് യു തുടങ്ങാം. മക്കളെ, നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലം പറയാം. അതിന് ട്രാവൽ ഏജൻറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റ്. ഓക്കെ, തുടങ്ങും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, യു. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഹൗ ഫാർ ഐ വോണ്ട് ടു
വിസിറ്റ്. ഓക്കെ, വിസിറ്റ് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചോ. ഗുണ കേവ്സ്. ഓക്കെ, ഗുണ കേവ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ട്രാവലിന് ഷുവർ. ഓക്കെ, ഷുവർ പിന്നെ അല്ലാണ്ട് അല്ലേ, ഷുവർ ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ പ്ലേസ്. ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ പ്ലേസ്. പോപ്പുലർ പ്ലേസ്. പോപ്പുലർ ഹിൽ സ്റ്റേഷൻ എഴുതാം, ഹിൽ സ്റ്റേഷൻ. ഓക്കെ, ഇനി വാട്ട് ഡു യു വോണ്ട് ടു നോ, അടുത്ത ചോദ്യമാണ് അല്ലേ. ഇവിടുന്ന് കോൺവെർസേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, വാട്ട് ഡു യു വോണ്ട് ടു നോ. വാട്ട് ഡു യു, ഒയ്യോ, വാട്ട് ഡു യു എന്തൊക്കെ അറിയണം അല്ലേ. വാട്ട് ഡു യു വോണ്ട് ടു നോ, എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം. വോണ്ട് ടു നോ. ഓക്കെ, വോണ്ട് ടു നോ. അപ്പോൾ നമുക്ക് പറയാം എന്താണ് വാട്ട് ഡു യു വോണ്ട് ടു നോ. എന്താണ് ചെയ്യുന്നത്, യു നമ്മളെന്താ ചോദിക്കുക. ഫസ്റ്റ് കാര്യം നമുക്ക് ഏത് ഡേറ്റ് ആണ് പറ്റുക, എത്ര ദൂരമുണ്ട്. ഹൗ ഫാർ ഇസ് ഇറ്റ്, ഹൗ ഫാർ ഇസ് ഇറ്റ്, ആൻഡ് ഹൗ എക്സ്പെൻസീവ് വിൽ ദ ട്രിപ്പ് ബി, ആൻഡ് ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ് അല്ലേ. ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ്, ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ്. ഓക്കെ, വിൽ ബി ദ കോസ്റ്റ്. സി എത്ര കോസ്റ്റ് ആവും, എത്ര പൈസ, എത്ര ദൂരമാണെന്നൊക്കെ ചോദിക്കാം. അടുത്തത് ഇയാൾ തിരിച്ചു പറയാം. സി ടോട്ടൽ 6 വേണ്ട. സി അറ്റ്ലീസ്റ്റ് 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ്ചേഞ്ച്, ഇത് വേറെ എക്സ്ചേഞ്ച്, അങ്ങനെ ഇത് 3 എണ്ണമായി ഇപ്പം തന്നെ. ഓക്കെ, ഇനി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ പറയണം 6, 6, 12 വേണം. ഓക്കെ, ഇനി പലൻ സാർ പറഞ്ഞുകൊണ്ട് നിങ്ങളായിട്ടിരിക്കേണ്ടതാ. സി അറ്റ്ലീസ്റ്റ് 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിലൊരു കുറച്ച് ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ എത്തിലൊക്കെ നോക്കിയപ്പോൾ ഇത് 6, 6 അല്ല 3, 3 എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ ടീച്ചർ സ്കൂളിൽ നിന്ന് പറയുകയാണ് 6, 6 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യാണ് എപ്പോഴും നല്ലത്. ഓക്കെ, 6 ഈച്ച് ആണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് 6 ഈച്ചിലേക്ക് തന്നെ പോവാം. ഓക്കെ, പക്ഷേ ടെക്നിക്കലി ഇതാണ് ശരി. പക്ഷേ അവസാനം ഞാനല്ല മാർക്ക് തരുന്നത്, അവസാനം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 6 ഈച്ച് തന്നെ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ശരിക്കും വരേണ്ടത്. നിങ്ങളൊന്നുകൂടി ടീച്ചറിനോട് ചോദിച്ചതോ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെ നിങ്ങൾ കോൺവെർസേഷൻ കണ്ടിന്യൂ. അടുത്തത് എന്താണ്, അപ്പോൾ നമ്മുടെ ട്രാവൽ ഏജൻറ് എന്താണെന്ന് ചോദിക്കുക. ട്രാവൽ ഏജൻറ് ചോദിക്കും ഹൗ മെനി പീപ്പിൾ ആർ യു ട്രാവലിംഗ് വിത്ത്, ഡു യു വോണ്ട് ടു ഗോ ബൈ ഫ്ലൈറ്റ് ഓർ ട്രെയിൻ. അപ്പോൾ നമ്മൾ പറയും വി വോണ്ട് ചീപ്പസ്റ്റ് ഓപ്ഷൻ, കോളിസ്റ്റ് മതി, കോളിസ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ആൾക്കാർ പോവാം, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സെറ്റ് ആണല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷിംല പോകുന്നതിനെ പറ്റിയിട്ടും എല്ലാം കാര്യങ്ങൾ എന്തൊക്കെ അവിടെ കിട്ടും എന്നൊക്കെയുള്ള സിമ്പിൾ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി എംപ്റ്റി കോൺവെർസേഷൻ തരികയാണെങ്കിൽ ഫുള്ളി നിങ്ങൾ ഉണ്ടാക്കേണ്ട കോൺവെർസേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. ഓക്കെ, സി 12 അല്ലേ സാർ എന്ന് 6 ആണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇനി നിങ്ങൾ ടീച്ചർ പറഞ്ഞ 12 എങ്കിൽ നിങ്ങൾ 12 എഴുതിക്കോ, നോ പ്രോബ്ലം. നിങ്ങൾ എപ്പോഴും സേഫ് ആവാൻ നോക്കുക. ഓക്കെ, ഹസൻ മീറ്റ്സ് ഡോക്ടർ AJ ക്രോൺ. ഇത് ചാപ്റ്റർ ബേസ് മക്കളെ. ചാപ്റ്റർ ഇന്നേ വരെ അറിയാത്ത ആൾക്ക് ഇത് കുടുങ്ങും, സീനാവും. ഓക്കെ, ഹസനും ഡോക്ടർ AJ ക്രോണിനെ പറ്റിയിട്ടാണ്. ഇനി ചാപ്റ്ററിലെ ക്യാരക്ടറുടെ പേര് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയേ, ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്, കുറേ വർഷങ്ങൾക്ക് ശേഷം, സിൻസ് ദെയർ ട്രാവൽ ഓൺ രണഗഞ്ചി, വാട്ട് വുഡ് ബി ദെയർ ലൈക്ലി ഡയലോഗ്. അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുക. ഓക്കെ, അവർ തമ്മിൽ എപ്പോഴും നൊസ്റ്റ് അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ. നൊസ്റ്റ് അടിക്കുക, ഡോക്ടറെ എന്താണ് ആ വിശേഷം അല്ലേ, ഡോക്ടറെ വിശേഷം. അപ്പൊ ഹസൻ പറയുന്നു, അല്ല ഈ ഡോക്ടർ പറയുന്നു, സുഖമാണ് ഹസ, നീ ഇപ്പോഴും എന്താണ് രണഗഞ്ചിയിലെ ഷിപ്പിലാണോ, അല്ലെ സ്ഥലമൊക്കെ എടുത്ത് കുറച്ച് കൃഷിയൊക്കെ തുടങ്ങിയാന്നൊക്കെ ചോദിക്കും. അങ്ങനെ 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 ഉള്ള ക്വസ്റ്റ്യൻസ്. കുറച്ച് എന്ത് വേണേ ആയിക്കോട്ടെ നിങ്ങൾ ആ ചാപ്റ്ററിൽ അറിയണം. പക്ഷേ ആ സ്മോൾ പോക്സ് നടന്നു അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ നോക്കിയേ, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നോക്കിയേ, ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ നിന്ന് ആരാണ് മീറ്റ് ചെയ്തത്, നരേറ്റർ മീറ്റ് ചെയ്തു, അതേപോലെ തന്നെ മാഗി മീറ്റ് ചെയ്തു. നരേറ്ററും മാഗിയും തമ്മിൽ എന്താ സംസാരിക്കുക, അവർ സ്മോൾ പോക്സിനെ പറ്റി സംസാരിക്കുമോ, ഇല്ല. അവരെന്താണ് സംസാരിക്കുക, ഈ ഫ്ലവറിനെ പറ്റിയിട്ടും ഇങ്ങനെ ഗ്രേവിനെ പറ്റിയിട്ടും ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അമ്മേനെ പറ്റിയിട്ടാണ് സംസാരിക്കുക. ഓക്കെ, റെഡി. അപ്പോൾ കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി എംപ്റ്റി ആണെങ്കിൽ എങ്ങനെ വരുന്ന എല്ലാവർക്കും അറിയാലോ. സംഭവം റെഡി ആണല്ലോ. ഓക്കെ,